ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ അമേരിക്ക വെറും ഒരു കാട്ടുതീയുടെ മുന്നിൽ പതറുമ്പോൾ ടെക്നോളജി രംഗത്തെ അവരുടെ കഴിവ് കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കൃത്രിമ മഴ പെയ്യ്ക്കാൻ മാത്രമല്ല, കാട്ടുതീ വ്യാപിക്കുന്നത് തടയുന്നതിലും അമേരിക്കൻ ടെക്നോളജി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ പരിമിതികൾ തുറന്നു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ വിൻസെന്റ് ഷെയ്ഫറാണ് കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ആദ്യം കണ്ടെത്തിയതെങ്കിലും ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ റഷ്യയും ഗൾഫ് രാജ്യങ്ങളുമാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് വൻതോതിൽ കൃത്രിമ മഴ പെയ്യിക്കാറുണ്ട്. എന്നാൽ ഈ സംഭവം 1946-ൽ കണ്ടുപിടിച്ചിട്ടും അമേരിക്കയ്ക്ക് ഇപ്പോഴും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്കയെ ഇപ്പോൾ കാട്ടുതീ വീണ്ടും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടർന്ന് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തിനിടെ 117 കിലോമീറ്റർ വിസ്തൃതിയിലാണ് തീപിടുത്തമുണ്ടായത്. 10 പേർ കൊല്ലപ്പെടുകയും 1,80,000 പേർ കുടിയിറക്കപ്പെടുകയും ചെയ്തു. ഹോളിവുഡ് നടന്മാരുടെ ഉൾപ്പെടെ ആയിരക്കണക്കിന് വീടുകളാണ് കത്തിച്ചാമ്പലായത്. ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ ആളി പടരുമ്പോൾ പ്രതിഷേധത്തിന്റെയും താക്കീതിന്റെയും തീജ്വാലകളും ഉയരുകയാണ്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യ ആക്രമണങ്ങളും അതിന് അമേരിക്ക നൽകുന്ന പിന്തുണയുമാണ് നെറ്റിസൺസ് എടുത്തു പറയുന്നത്. മിസ്റ്റർ ബൈഡൻ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾക്ക് കാലം പകരം തരാതിരിക്കില്ല. ഈ ലോകത്ത് മർജിതന്റെ പ്രാർത്ഥനകൾക്ക് എന്നും ഉത്തരമുണ്ടായിട്ടുണ്ട് എന്നതാണ് ചരിത്ര സത്യം. പടിയിറങ്ങും മുമ്പ് ഗാസയിലെ ജനതയെ ജീവനോടെ ചുട്ടരിക്കാൻ $8 ബില്യൺ കൂടി ഇസ്രായേലിന് സമ്മാനിച്ച ബൈഡനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ലോസ് ആഞ്ചൽസിൽ സ്വന്തം ജനത കാട്ടുതീയോട് പോരടിക്കുകയാണ്. അവരുടെ വീടുകൾ വീണ്ടെടുക്കാൻ കാലം തിരിയുമ്പോൾ കയ്യിൽ ഒന്നും ശേഷിക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലാണത്. ഇത് ഫാത്തിമ മുഹമ്മദ് എക്സിൽ കുറിച്ച വരികളാണ്. നിങ്ങൾ പാലസ്തീനികളെ ജീവനോടെ ചുട്ടരിച്ചു, അതിന് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണമെന്നാണ് ഇസ്രായേൽ എംബസിയുടെ എക്സിലെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് സന സയ്യിദ് പറയുന്നത്. കാട്ടുതീയിൽ വീട് നഷ്ടപ്പെട്ടവരിൽ പ്രമുഖരിൽ ഒരാളാണ് ഹോളിവുഡ് നടനായ ജെയിംസ് വുഡ്സ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ വലിയ രീതിയിൽ പിന്തുണ നൽകിയ ആളാണ് അദ്ദേഹം. വെടിനിർത്തൽ പാടില്ല, വിട്ടുവീഴ്ചയില്ല, മാപ്പ് കൊടുക്കുകയുമില്ല, എല്ലാവരെയും കൊല്ലണം എന്ന് അദ്ദേഹം ഒരിക്കൽ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ജെയിംസ് വുഡ്സിന് ഒരു കത്ത് എന്ന കുറിപ്പോടെ ജെയിംസ് വുഡ്സിൻ്റെയും പലസ്തീൻ ഉമ്മമാരുടെയും ചിത്രങ്ങൾ മൊസാബ് അസൂദ് താഹ പങ്കുവച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ടൺ ബോംബുകൾ ഗാസയിൽ വർഷിക്കുകയും അതൊരു ജ്വലിക്കുന്ന നരകത്തിയായി മാറുകയും ചെയ്യുന്നത് നമ്മുടെ ധാർമ്മിക അപലപനത്തിന് അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ നമ്മളെല്ലാം തേടിയെത്തും. അത് മറക്കരുതെന്നാണ് ന്യൂയോർക്കിലെ ആക്ടിവിസ്റ്റായ ഫാത്തിമ മുഹമ്മദ് എക്സിലൂടെ പറയുന്നത്. ഞങ്ങളെ കൊല്ലാൻ അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി, പക്ഷേ നിങ്ങൾക്കുള്ള തീ ദൈവം നേരിട്ടാണ് തന്നത്. അവർ ഞങ്ങളുടെ നാട്ടിൽ യുദ്ധത്തീ ആളിക്കത്തിച്ചു, ഞങ്ങളുടെ കുട്ടികളെ കൊന്നു, ഞങ്ങളുടെ വീടുകൾ നശിപ്പിച്ചു. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഇതിനായി ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി. നീതിമാനായ ദൈവം അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രാർത്ഥനകളും അമ്മമാരുടെ കണ്ണുനീരും മറക്കുന്നില്ല എന്നാണ് മഹമ്മൂദ് ബസാം എക്സിൽ കുറിച്ചത്. ഒരു ജനതയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച, ഒരു നാടിനെ ചുട്ടുകരിക്കാൻ ശ്രമിച്ച ലോകത്തിലെ ഏറ്റവും ശക്തരായ രാജ്യം എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്കുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ് ഈ തീക്കാറ്റ് എന്നാണ് പശ്ചിമേഷ്യയിൽ എമ്പാടും ഉയരുന്ന അഭിപ്രായങ്ങൾ.